അടുത്ത ആഴ്ചയാണ് നിനക്ക് നീറ്റിന്റെ എക്സാം. നീ തന്നെ കാണിച്ചോണ്ടിരിക്കോ ഇന്ന് പഠിക്കാവുള്ളതിന്. കാശ് മുടക്കുന്ന ഞാനാ. എക്സാമിന് ഞാനും തോറ്റിട്ട് വന്നിട്ടുണ്ടായി. എന്നെ കാണിച്ചു തരാം. ആ എടാ, നീ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം നടപടിയുള്ളതാണോ? കാശ് എത്രയായാലും കുഴപ്പമില്ല. നമ്മുടെ ഇറക്കനെ കൊണ്ട് ഒന്നും കൂട്ടിയാ കൂടത്തില്ല നീ. പക്ഷെ നമുക്ക് അങ്ങനെ വിടാൻ പറ്റുമോ? ആ നീ താനം കൊണ്ടുപോ. ആ ഓക്കെ. നീ വേറെ ഒന്നും ചെയ്യണ്ട. ഇതിന്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് മാത്രം പഠിച്ചാൽ മതി നിനക്ക് റാങ്ക് കിട്ടാൻ. അതെങ്കിലും ഒന്ന് ചെയ്യൂ. ഹലോ അമ്മേ, ആ പരീക്ഷ എളുപ്പമായിരുന്നു. ആ പഠിച്ചില്ല മമ്മി. എന്നാൽ ഈ വർഷം കിട്ടുമോ? ഉറപ്പാ. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നടാ? അതിനകത്തുള്ളതൊക്കെ എഴുതിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നുണ്ടോ? നിനക്ക് കിട്ടിയതാ 81 മാർക്ക്. കാശ് കൊടുത്ത് ചോദ്യ പേപ്പർ ഒപ്പിച്ചതുകൊണ്ടോ അവൻ മേടിച്ചേക്കുന്ന മുണ്ണ. ഞാൻ അന്നേ പറഞ്ഞല്ലേ എനിക്കൊന്നും ഇഷ്ടമല്ലെന്ന്. എല്ലാം നിങ്ങളുടെ ഇഷ്ടമല്ലേ? മെയ് 3 നീറ്റ് UG പരീക്ഷ റദ്ദാക്കി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. വീണ്ടും രജിസ്ട്രേഷൻ വേണ്ടെന്ന്. റീ എക്സാം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ഇനി നീ ഒന്നും ചെയ്യണ്ട. നിനക്ക് പകരം വേറെ പയ്യനെ വെച്ച് ഞാൻ പരീക്ഷ എഴുതിപ്പിച്ചോളാം. നീ ഡോക്ടർ ആണോന്ന് എന്റെ വാശിയാണ്. ഹലോ, ഇന്ന് സർജറി കഴിഞ്ഞ കുട്ടി മരിച്ചു കേട്ടോ. ഇവിടെ ഡോക്ടറിനെതിരെ കുറെ പേര് സ്ട്രൈക്കൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടറെ കുറച്ചകത്ത് രാജ്യത്തോട്ട് വരണം. ഒരു ഡോക്ടറാകണമെന്നുള്ളതായിരുന്നില്ല എൻ്റെ വിധി. ഈ പദവി അർഹിക്കപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് എനിക്ക് തന്നത് ഈ സിസ്റ്റമാണ്. ഒരു ഡോക്ടറാണെന്നുള്ള ആഗ്രഹവും അവകാശവും നശിപ്പിച്ചത് ഈ സമൂഹമാണ്. എന്റെ വിജയം എന്റെ പ്രയത്നത്തിന്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെയല്ലെന്ന് ഈ സമൂഹം എനിക്ക് തെളിയിച്ചു തന്നു. എന്റെ മരണം എന്റേതായിട്ടുള്ള കാരണമൊന്നുമില്ല. മറിച്ച് ഈ സിസ്റ്റമാണ് എന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത്.